അമ്മമാരും പെൺകുട്ടികളുമായിട്ട് പലപ്പോഴും വീട്ടിൽ നിരന്തരമായിട്ട് വഴക്കുണ്ടാകും. ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, എന്നാൽ വഴക്കൊഴിഞ്ഞിട്ടൊരു സമയം ഉണ്ടാവില്ല. അങ്ങനെ കാണാറുണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ഈ അമ്മമാർ അവനവനെ തന്നെയാണ് ഈ കുട്ടികളിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സാധിക്കാതെ പോയത് അവൾക്ക് സാധിക്കണം, എൻ്റെ ആഗ്രഹങ്ങളിൽ അവളിലൂടെ നേടണം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് അമ്മമാർക്ക് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെ ട്രെയിൻ ചെയ്യുകയും ഇവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കുട്ടി വളരെ യുണീക്കായിട്ടുള്ളൊരു കുട്ടിയായിരിക്കും. അതിൻ്റെ ആഗ്രഹങ്ങളും അതിൻ്റെ കാഴ്ചപ്പാടുകളും തോട്ടും ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ അമ്മയുടെ ലൈഫ് ഈ കുട്ടിയിലൂടെ റീലിവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് ഈ ഒരു പ്രശ്നത്തിന് ഒരു കാരണം. രണ്ടാമത്തേതെന്ന് വെച്ചാൽ അമ്മമാർ പലപ്പോഴും ഒരുപാട് സാക്രിഫൈസ് ചെയ്യും. ഞാൻ എൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ടാണ്, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഇവൾക്ക് വേണ്ടി ജീവിക്കുന്നതെന്നൊരു സംഗതിയൊക്കെ വരും. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചു കൊണ്ട് കുട്ടികളെ വളർത്തുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ മേൽ നമുക്കൊരു ഓണർഷിപ്പൊന്നുമില്ല, പാരൻ്റ് മാത്രമാണ് നമ്മൾ. അപ്പോൾ കുറച്ച് കാലത്തേക്ക് അവർ ഈ ചിറക് വെച്ച് പറന്നു പോകാമെന്നൊക്കെ പറയണ പോലെ കുറച്ച് കാലത്തേക്ക് അവർ നമ്മളെ കൂടെ ഉണ്ടാവുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ ലൈഫ് നന്നായിട്ട് ജീവിക്കാനായിട്ട്, കോൺഫിഡൻ്റായിട്ട്, ഹാപ്പി ആയിട്ട് അവരെ ജീവിക്കാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നതിനും കൂടെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാനുള്ളത്.